ഞാൻ നിങ്ങളെ എവിടെയോ കണ്ട പോലെ തോന്നുന്നല്ലോ. പരസ്പരം സംസാരിച്ചിട്ടുണ്ടോ നമ്മള്? ഇല്ല സാർ. അല്ല, പ്രായമൊക്കെ ആയില്ലേ, അതാ. അല്ല നീയ, നമ്മളെവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, ഉറപ്പാ? ഉണ്ടായിരിക്കാം, ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണുന്നല്ലേ. ഒന്ന് ഓർത്ത് നോക്കി ആരാ എന്താന്നൊക്കെ പറയുവാണെങ്കിൽ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്റെ പേര് മധുസൂദനൻ, ഈ നാട്ടിലെ MLA. അറിഞ്ഞില്ല സാർ, സോറി. സാരമില്ല, ഇരിക്കും. അനിയൻ TV ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു. ഇല്ല സാർ. നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ അകത്ത് കൊണ്ടിട്ടത്. അയ്യോ എടാ മാസ, ഇവൻ വലിയ ആളാ കേട്ടോ. എന്താ ചെയ്യുക? ഹനിയ, ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ. അതെ സാർ. പിശാചുകളെ എനിക്ക് വിശ്വാസമാണ്. എന്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി. അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടാ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം. 2 ദിവസമായി വീട്ടിൽ എന്തൊക്കെയോ അസംഭവമായി നടക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പറാ തെളിഞ്ഞത്. എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി. ഒരു മിനിറ്റ്. ഇദ്ദേഹമാണ് ആന്റണി. അയ്യോ എടാ മാസെ, നമ്മൾ കുടുങ്ങിയല്ലോ. നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ച് പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. എന്താ, ചെയ്യാലോ അല്ലേ? മാസെ വേണ്ട, ഇത് പ്രശ്നമാകും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഇവിടെ എത്തിയല്ലേ? അയ്യോ വന്നോ? ഇവനോടാണോ ഇരുന്ന് സംസാരിക്കുന്നത്? നീ ഇങ്ങോട്ട് വരുന്ന നിന്നോട് ഒരു വാക്ക് പറയായിരുന്നു. അവരോട് പോകാൻ പറയടാ. ഒരുത്തം വന്നിരിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കെല്ലാം. ഞാനെന്ത് ചെയ്തു? വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന 6 മണിയാ. നിങ്ങളുടെ പണിയല്ലേ? ആഹാ, അവിടെ കൊണ്ടുപോയി കൊല ചെയ്യിപ്പിച്ചാലേ നീ തന്നെയല്ലേ? ഇപ്പോഴത്തെ പ്രശ്നം സെന്തിക്കരെ പോയതല്ല. സെന്തിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ്. ലോക്കർ നമ്പർ 6. അതിനാ പണം എന്ത് ചെയ്യും? നമ്മൾ ആ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ. നമ്മൾ അടിച്ചു മാറ്റിയല്ല, വേറെ ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ചേട്ടാ, ആത്മാവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. എല്ലാവരും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നീ ഇവിടുന്ന് പുറത്തു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടുന്ന് ഞാൻ രക്ഷിക്കാം. ആഹാ മാസേ, ഇവന്റെ അടുത്ത ഐഡിയ നമ്മളെ വേറെ എവിടെയും കൊണ്ടുപോയി കൊടുക്കാനാ. പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ തമാശ കളിക്കരുത്. എനിക്കറിയാം. അത് മനസ്സിലാക്കിയെടുക്കാൻ അനിയ ചോദിച്ചു മനസ്സിലാക്കിയോ? ആത്മാവ് എന്താ പറഞ്ഞേ? ആന്റണിയുടെ പേദം അറിയില്ല. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ആത്മാവ് അവിടെ കിടന്ന് അലയുന്നത്. പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ, ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ നീ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നേ? നമുക്ക് വേണേ അവിടേക്ക് പോയാലോ? ആഹാ, അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല. ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം. സമയമെടുക്കും. വേഗം വാ. സമയമെടുക്കുമെന്നോ? ആവും. ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ പൂജ തുടങ്ങിക്കൂ. ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോവാം. അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. അതിന് ഒരാഴ്ചയെങ്കിലും സമയം വേണം. അതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം. ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. മരിച്ചത് സെന്തിക്കരയിലായതുകൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല. ഏട്ടാ മഹേഷേ, എന്താ ചേട്ടാ? ആനണി ചേട്ടൻ ചെമ്പിക്കരയെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല ചേട്ടാ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവന് ചെമ്പിക്കരയെന്ന് മനസ്സിലായത്? എന്തോന്ന് സംസാരിച്ചായിരുന്നു. ലോക്കറിനെ കുറിച്ച് അവൻ അറിയാമെന്ന് തോന്നുന്നു. അതാവൻ പെട്ടെന്ന് എസ്കേപ്പ് ആയത്. എടാ, അവൻ ആന്റണിയുടെ ആത്മാവിനോടാ സംസാരിച്ചത്. അവനെന്തോ മറിക്കുന്നുണ്ട്. വിളിക്കാൻ സഹായിച്ചെന്ന് മതി. നമുക്ക് ബാങ്കോക്കിന് പോവാം. അവിടെ ഒരുപാട് ചേട്ടൻ വിളിക്കുന്നു, അകത്തേക്ക് വാ. എന്തിനാ? ഞാൻ പറഞ്ഞില്ല ഒരാഴ്ചയാവുന്നു. ആ കാര്യം പറയാൻ വേണ്ടി തന്നെ. അകത്തേക്ക് വാ. പറഞ്ഞാലും മനസ്സിലാവില്ല. സമയാവുന്നില്ലേ? എന്നെക്കാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇരിക്കുക. ഞാൻ പിന്നെ അങ്ങനെ വന്ന് കണ്ടോളാന്ന് പറ. നീ വാ, എന്നെ ഒന്ന് വിട്ടിട്ട് വാ. ഇവരൊക്കെ ആരാ? അല്ല, ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത അഭിനയിക്ക് എന്തിനാ? പൈസ എവിടെടാ? ഏത് പണം? ആന്റണിയുടെ കയ്യിൽ ഞാൻ കൊടുത്ത പണം എവിടെയെന്ന് അതെങ്ങനെ എനിക്കറിയാം സാറേ? അതിന് ആന്റണി വന്നിട്ടില്ലല്ലോ. അപ്പൊ ആന്റണി സെമ്പിക്കരെ വെച്ച് മരിച്ച കാര്യം മാത്രമേ നിനക്ക് അറിയൂ അല്ലേ? സാർ, അത് അങ്ങനെയല്ല സാർ. സാറ് വിചാരിക്കുന്ന പോലെ എല്ലാം പിടികിട്ടി. നീ സെന്തിക്കരയ്ക്ക് പോയതും പണം തട്ടിയെടുക്കാൻ പോയതുമെല്ലാം ഇവർക്ക് പിടികിട്ടി. ഇപ്പൊ അവരുടെ ചോദ്യം എന്താന്ന് വെച്ചാൽ, അവര് നിന്നെ തട്ടാൻ പോവാണോ നീ അവരെ തട്ടാൻ പോവാണോ എന്നുള്ള ചോദ്യമാണ്. ഈ പ്രാവശ്യം അങ്ങനത്തെ വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. ആരുടെ അടുത്ത്? എടാ, നീ ആന്റണിയുടെ ആത്മാവിനോടല്ലേ സംസാരിക്കുന്നത്? പൈസ എവിടെന്ന് പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് അപകടം. എന്താ എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ വരട്ടെ? സാറേ, ഞാൻ പറയുന്നത് കേൾക്ക്. സത്യമായിട്ട് എനിക്കൊരു കാര്യം അറിയില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഓക്കെ, ഞാൻ സമ്മതിക്കാം. ഓക്കെ, എന്തൊക്കെയാടാ? അയ്യോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല.
മാറിപ്പോ. അയാളെ കൊണ്ടുപോയി AC റൂമിലെടുത്ത്. അതിന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ സമയം ചെയ്യില്ല. വേണ്ട, ആവശ്യമില്ല അതിനോട് മുട്ടാൻ പറ്റരുത്. എത്ര പ്രാവശ്യം വെച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നീ കേൾക്കത്തില്ലല്ലേ? എടാ, നീ പൊട്ടനാണോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞ പണമില്ലെന്ന്. നീ എന്താണ് വെള്ളത്തിന് മാറുന്നത്? അയ്യോ, തീ ആളിക്കത്തുവാണല്ലോ. അയ്യോ, നിലത്ത് കിടക്ക്, 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 നിലത്ത് കിടത്തുരുള, നിലത്ത് കിടത്തുരുള. പുറത്ത് പോകാനല്ലേ പറഞ്ഞേ? പുറത്തേക്ക് വാ. ഇത് മൊത്തം കത്തി നശിക്കാൻ പോ, വെളിയിലേക്ക് പോ. ഒരാൾ ചാകാൻ പോകുമ്പോഴാണോ പോകാനാ പറഞ്ഞത്? നിനക്ക് ഓർമ്മയില്ലേ? ശക്തിയാടാ. ശക്തി? എന്റെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ചല്ലേ? ശക്തി ഏത് രൂപത്തിലും ഇവന്റെ മുന്നിലും വരുവടാ. ഒരുത്തിനെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കില്ല. നിന്നെ എല്ലാത്തിനെയും ഇവനെ വെച്ച് കൊല്ലിക്കാൻ പോവാടാ. പാട്ടി കഴിവേറി. നീ ഇവിടുന്ന് പോയില്ലേ? എന്നെ നീ വീണ്ടും ചതിച്ചല്ലേ? എന്നെ നീ കരുവാക്കുവാണല്ലേ? എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. എന്തിനാ എന്നെ കരുവാക്കി? നീ എത്ര പേരെ കൊല്ലാൻ പോകുന്നു? വീണ്ടും വീണ്ടും നീ എന്നെ കൊലപാതകയാക്കിയില്ലേ? ഇവിടുന്ന് പോടാ. ഒന്ന് സമാധാനിക്കേ. പോകാൻ പറഞ്ഞില്ലേ? പിന്നെ ചലഞ്ച് എന്താ പറയാൻ പോകുന്നത് കേൾക്കാനുള്ള മനസ്സില്ല നിങ്ങൾക്ക്? ഇനി എന്താ പുതിയ കഥയാണ് പറയാൻ പോകുന്നത്? എടാ, നിന്റെ കഥയിലെ നായകൻ ഞാനാണോ? നിന്റെ മുഖം കണ്ട് കണ്ട് എന്റെ മുഖം കണ്ണാടി കാണുമ്പോ എനിക്ക് വെറുപ്പായി മാറുക. പോടാ, എന്റെ മുന്നിൽ എന്നെ വിട്ട് പോ. നീ വിചാരിക്കുന്ന പറയുന്ന കേക്കടാ. ഒരക്ഷരം നിന്റെ എന്റെ കഴുത്തറക്കും ഞാൻ. ജീവനോട് ഇരുന്നിട്ടല്ല നീ എന്നെ കരുവാക്കുന്നേ. ഒറ്റയടിക്ക് പോയി കഴിഞ്ഞാൽ പറയണ ഹർക്കട്ടെ ഞാൻ. വേണ്ട, അപ്പൊ മര്യാദക്ക് പോകാൻ. ഞാൻ പോവാം. എടാ, എല്ലാം കത്തിക്കൊണ്ടിരിക്കുക. വേഗം ഇറങ്ങ്. ആരെങ്കിലും വരും. വാ, വേഗം പോ. അയ്യോ, നീ എന്തിനാണ് ഇവിടെ വന്നത്? അവനെ പിടിക്കല. വണ്ടിക്കാര് പറയുന്നത് കേക്ക്. വാ, വന്ന് കയറാനാ പറഞ്ഞത്.
ഇവർക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല സാർ. എല്ലാത്തിനും കാരണം ആ ശക്തിയാണ്. ശക്തി? ശക്തിയല്ല, അവന്റെ പേര് മാസ്. ആന്റണിയേട്ടൻ മരിക്കുമ്പോ സെന്തിക്കര ഫാക്ടറി ഞാൻ അയാളെ കണ്ടായിരുന്നല്ലോ. സെന്തിക്കരയിൽ ആന്റണിയെ കൊന്നത് അവനാണ്, MLA കൊന്നത് അവനാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട രണ്ടുപേര് മരിച്ചപ്പോൾ അവനും മരിച്ചു. മറ്റുള്ളവരെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കോടതി വിധിക്കുകയായിരുന്നു. നിങ്ങൾക്കും ശക്തിക്കും എന്താ ബന്ധം? നിർത്തണം. ശക്തി ആരാന്ന് നിനക്ക് അറിയാമോ? അവൻ ആരാണെങ്കിലും എനിക്കെന്താ? എന്നെ എന്തിനാ ശല്യപ്പെടുന്നത്? അവൻ നിന്റെ അച്ഛനടാ. നിന്റെ അച്ഛൻ. നിന്റെ അമ്മയുടെ കുടുംബത്തില് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ഫാമിലി ഫ്രണ്ട് ഞാനാ. കാനഡയിൽ ജീവിച്ച നിന്റെ അമ്മയ്ക്ക് കേരളത്തിലുണ്ടായിരുന്ന ആ സ്ഥലം ഒരു അനാഥാലയത്തിൽ കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു. രജിസ്ട്രേഷന് വേണ്ടി അവർ ഇന്ത്യയിലേക്ക് വന്നു. വന്നിറങ്ങിയതും നേരെ ഞങ്ങൾ അനാഥാലയത്തിൽ പോയി. അവിടെ എന്താ മാഡം വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന പോലെ? നിങ്ങളെ മുൻകൈ എടുത്ത് നിങ്ങളുടെ സ്ഥലം അനാഥ കുട്ടികൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുത്തെന്നറിഞ്ഞല്ലോ. കമലേട്ടാ, എന്താ പ്രശ്നം? എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള RK ആന്റണി എന്ന റിയൽ എസ്റ്റേറ്റ്കാരനെ അറിയപ്പെട്ടത്. അവർക്ക് ഒരു ലാൻഡ് ആവശ്യം വന്നാൽ എന്തും ചെയ്ത് കയ്യിലാക്കുമായിരുന്നു. എന്നാൽ നിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. അനുരാധ മരിച്ചു പോയെന്നാണല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. എന്താ? നിങ്ങൾ സ്ട്രെയിറ്റ് ആയി കാനഡ എംബസി പോയിട്ട് നിങ്ങളാണ് അനുരാധ എന്നുള്ള യഥാർത്ഥ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടേക്ക് വാ. ഇതിലെന്തോ ചതിയുണ്ടെന്ന് മനസ്സിലായി. RK ആന്റണി ആ സ്ഥലത്ത് നേരെ എത്തി. നമസ്കാരം, എന്റെ പേര് ശക്തി എന്ന. ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് കരുതിയിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ കമ്പനിയുടെ ബോർഡ് എന്തോ അറിയാതെ വെച്ചിട്ടുണ്ട്. സംസാരത്തിന് എന്താ ഒരു മാറ്റം? സിലോണാണോ? മലയാളി. സർ, ഇയാൾ എന്റെ ഫ്രണ്ടാ. ഫോറിൽ നിന്ന് ഇപ്പോഴാ വന്നു. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് എന്റെ വസ്തുവാ. വിദേശത്ത് വന്നവനും മരം ഏതാ മണ്ണ എന്നറിയാൻ പാടില്ലാണ്ട് കുറച്ചു നാൾ കഴിയുമ്പോ തന്നെ ആരെങ്കിലും തല്ലിയെന്നോ, വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ തന്റെ ഭാര്യനെ ആരെങ്കിലും പിടിച്ചെന്നോ, പിന്നെ അവിടെ കൈവച്ചു ഇവിടെ കൈവച്ചെന്ന് കേൾക്കാതെ ആണത്തമുള്ളവനാണെങ്കിൽ അടിച്ചു നോക്കണം. വിദേശത്തൊന്നും വന്നാൽ നാട് മുഴുവൻ ചുറ്റിക്കിറങ്ങി ഫോട്ടോ എടുത്ത് നീയൊക്കെ പറയുന്നത് കേട്ട് മിണ്ടാതെ പോകുന്നു വിചാരിച്ചോ? എന്റെ സ്വന്തം ജന്മനാടും കളഞ്ഞ് ഈ നാട്ടിൽ എന്റേതായ ഒരു മേൽവിലാസവും ഇല്ലാതെ ഞാൻ ഈ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വേദന നിനക്ക് അറിയില്ലടാ. എത്ര നാളെന്ന് വെച്ചാൽ നീയൊക്കെ കാണിക്കുന്ന അക്രമങ്ങളാണ് സഹിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ ഒരുത്തം വേണ്ടേ? നിന്റെ അച്ഛൻ തീർത്തു പറഞ്ഞു. എഴുതാവല്ലോ അല്ലേ? എങ്കിലും ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് വേണ്ടേ? അവിടെ ചെന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. ഇവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട്, പക്ഷെ ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും തന്നിട്ടില്ല. ഞാൻ നോക്കിക്കോളാം. അടുത്ത ദിവസം രജിസ്റ്ററിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തു. സർ, അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുക. അതിന് ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട മാഡം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് കഴിഞ്ഞോളാം. സാറിനോടൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലൈന്റ് പോലും വാങ്ങിച്ചിട്ടില്ല. എന്ത് വേണം ചെയ്തു, സൂക്ഷിക്കണം. കള്ളത്തോണിയിൽ രക്ഷപ്പെട്ടു പോയ ആളല്ലേടാ നീ? നീയാണോ ഈ മണ്ണിനെ രക്ഷിക്കാൻ പോകുന്നത്? ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ലാൻഡ് തുടക്കം മുതലേ നമ്മളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്തെങ്കിലും ബലി കൊടുത്താലേ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ. ആ കുട്ടീന്ന് തുടങ്ങിയാലോ? പോകാനല്ലേ പറഞ്ഞേ? രണ്ടുപേരോട് പോകാനല്ലേ പറഞ്ഞേ? അവിടെ പിടിക്കണ. പിടിച്ചോ.
അയ്യോ, ഇത് ആട്ട കൊച്ചാന്നറിയില്ലല്ലോ. മേഘ, മേഘ, അമ്മയുടെ അടുത്തോട്ട് വാ. മേഘ, മേഘ. സ്വത്തിനു വേണ്ടി ഈ കുടുംബത്തെ മുഴുവൻ അവൻ കൊന്നു. അവനെ നീ പിടിച്ചു, ഞങ്ങളെല്ലാം സാക്ഷികൾ. അങ്ങനെ ഈ കേസങ്ങ് തീർത്തേരും. അച്ഛാ, പറയായിരുന്നില്ല അച്ഛ, ഞാനാണ് നിന്റെ അച്ഛനെന്ന് പറയായിരുന്നില്ല അച്ഛ. പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ നീയാണ് അമ്മാവൻ, അനുജൻ, ബന്ധം പറഞ്ഞ ആര് വന്നാലും അവർ മനുഷ്യനായിരിക്കില്ലെന്ന് പറഞ്ഞ് ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞത്. പണമെന്ന് വാക്ക് പറഞ്ഞപ്പോഴല്ലേ നീ എന്നെ തിരിഞ്ഞു നോക്കിയത്? ഏയ്, പണമെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ കൂടെ ഉണ്ടായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർത്തേനെ എല്ലാത്തിനെയും ഞാൻ. ആരാ യവനാ? പറയച്ച, അച്ഛൻ പറ, ആരെയാ കൊല്ലേണ്ടതെന്ന്? മാസ്
ഇതാർക്കെയാടാ? അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പുറകിൽ ആരെങ്കിലും കാണൂന്ന്. അവൻ പറഞ്ഞു കാണുമല്ലോ നിന്റെ അപ്പനെയും അമ്മയും പെങ്ങളെയും കൊന്നത് എങ്ങനെയാണെന്ന്. നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരത്തിലാണ് ഞാൻ എന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്താലും ബാക്കി വെക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ മാത്രം എനിക്കത് മിസ്സായി. അന്ന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. ഇല്ലെങ്കിൽ അന്നേ നിന്നെ തീർക്കട്ടതാ. നിന്റെ കുടുംബം പോലെ എത്ര കുടുംബത്തെ എന്റെ തോട്ടത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നറിയുമോ? നിന്റെ അച്ഛന്റെ മുഖം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ പേര് ഓർക്കുന്നില്ല. നിനക്ക് നിന്റെ അച്ഛന്റെ പേരറിയില്ലല്ലോ. എടാ, ഇവിടെ വെച്ച് വേണ്ട, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും.